കുറെ നാളുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു സ്ഥലമായിരുന്നു പാലക്കാട്. മെയിൻ ആയിട്ട് കൊല്ലങ്കോടാണ് അതില്. അപ്പൊ എന്തായാലും വയനാട് നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് നാടുകാണിച്ചുരം ഇറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് നിലമ്പൂര് 1-2 ലൊക്കേഷനും കൂടെ കവർ ചെയ്തിട്ട് പോകാമോ എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ യാത്രയുടെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് തേക്ക് മ്യൂസിയം. മരങ്ങളിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് തേക്ക് എന്ന് പറയുന്ന ഒരു വൃക്ഷം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേക്കിൽ തീർത്ത ഒരുപാട് അത്ഭുതങ്ങൾ കാണാനുണ്ട്. കന്നിമര തേക്ക്, ഏറ്റവും പ്രായം കൂടിയ തേക്ക് തടി, ഏറ്റവും വണ്ണം കൂടിയ തേക്ക്, അതേപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് തേക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറെ ഉൽപ്പന്നങ്ങള്, കരകൗശല വസ്തുക്കള്, പിന്നെ രാജകീയമായ കുറെ ആട്ടുതൊട്ടില്, അതേപോലെ തന്നെ താഴികക്കുടം, അങ്ങനെയുള്ള നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാനുണ്ട്. മരങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തേക്ക് മ്യൂസിയത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തേക്കിനെ ആക്രമിക്കുന്ന ചെറിയ ചെറിയ പ്രാണികള്, വലിപ്പത്തിലുള്ള തേക്കിന്റെ വൃക്ഷങ്ങള്, ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊന്നും അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല കാര്യങ്ങളൊക്കെ, കാരണം കൂടുതലും സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്തുവിനെ സംബന്ധിച്ച് അവന് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. പക്ഷെ ഇത് കൂടാതെ അവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് ഉണ്ട്, ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പൊ കുറച്ചു നേരം പാർക്കിലൊക്കെ പോയിട്ട് കളിച്ച് ചന്തു അവിടെയൊക്കെ എൻജോയ് ചെയ്തു. ഇതൊന്നും കൂടാതെ ഒരുപാട് സസ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളുടെയൊക്കെ വളരെ വിപുലമായിട്ടുള്ള ഒരു തോട്ടം അവിടെയുണ്ട്. നമുക്ക് ചെടികളുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അതേപോലെ തന്നെ പാം ട്രീകളുടെ ഒരു ഏരിയ ഉണ്ട് അവിടെ, പല വെറൈറ്റി പാം ട്രീകളുണ്ട്. അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ വലിയ ആനത്താമരയാണോ എന്നറിയത്തില്ല, താമരയും പലതരത്തിലുള്ള ആമ്പലുകളുടെയൊക്കെ ചെറിയ ചെറിയ പോണ്ടുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കുറച്ച് രൂപങ്ങളൊക്കെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ഫ്രെയിമുകളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഭയങ്കര ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നുമല്ല, പക്ഷെ നമുക്കൊരു കുറച്ച് സമയം വന്ന് സ്പെൻഡ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷനാണ്. മൊത്തത്തിൽ നമുക്ക് അവിടുന്ന് കുറച്ചു നേരം എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും.
പാണ്ടിക്കാടുള്ള ഫസ റെസ്റ്റോറന്റിൽ നിന്നായിരുന്നു നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബീഫിന്റെ ഒരു വെറൈറ്റി മന്തിയും ചട്ടി ബിരിയാണിയായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. തേക്ക് മ്യൂസിയത്തിൽ നിന്ന് നേരെ പോയത് നിലമ്പൂർ തന്നെയുള്ള നമ്മുടെ അടുത്ത ലൊക്കേഷൻ ആയിട്ടുള്ള ബംഗ്ലാവ് കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഓൾഡ് DFO ബംഗ്ലാവിലേക്കാണ്. മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കുള്ള റോഡൊക്കെ അല്പം മോശമായിരുന്നു. എന്നാലും ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് കുറച്ചു ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. പക്ഷെ ഇടതൂർന്ന വനത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു അത്. ആ ഒരു പഴയ ബംഗ്ലാവും അതിനോട് ചേർന്ന ഒരു സ്കൈ വാക്കും മാത്രമാണ് അവിടെ കാണാനുള്ളത്. പിന്നെ ഈ ഒരു ആംബിയൻസ് ആണ് മെയിൻ ആയിട്ട്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ജനലുകളൊക്കെ പല നിറത്തിലുള്ള ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന, ഏകദേശം ഭൂരിഭാഗവും തന്നെ തടിയിൽ തീർത്തിരിക്കുന്ന ആ ഒരു പഴയ ബംഗ്ലാവ് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടും അതുപോലെ തന്നെ ഈ ജനലുകളൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിന്റെ സൈഡിൽ നിന്നിട്ടൊക്കെ നമുക്ക് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ മേളിലേക്ക് കയറി പോകുന്ന കോവണി അടക്കം മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോവണി കയറി പോവാനും അതിനെ മേലെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മരത്തിന്റെ ആ ഫ്ലോറിലൂടെ നടക്കുമ്പോൾ ഡും ഡും എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കാനൊക്കെ ചന്തുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ ചാടി ചാടി ചവിട്ടി നടന്നു കുറെ നേരം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി. കാരണം ചന്തുവിന്റെ മെയിൻ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനലുകളൊക്കെ തുറന്നു കിടക്കുന്നതൊക്കെ അടച്ചിട്ട് കുറ്റിയിടുക, അതുപോലെ തന്നെ കുറ്റിയിട്ട് കിടക്കുന്ന ജനലുകളൊക്കെ കുറ്റി തുറന്നിട്ട് എല്ലാം ഓപ്പൺ ആക്കി വെക്കുക. ആ ഒരു കാര്യത്തിലായിരുന്നു അവൻ അവിടെ കിടന്ന് വ്യഗ്രത കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ചധികം ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് നിലമ്പൂരിന്റെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള കനോലി പ്ലോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നേരെ ചെന്ന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോയി നോക്കുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ എന്ന് അവർ പറഞ്ഞു, കനോലി പ്ലോട്ടിൽ നമുക്ക് ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തേക്ക് പോയിട്ട് എക്സാക്ട് ആ പ്ലോട്ടിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അവിടുത്തെ ബ്രിഡ്ജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ അവിടെ നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെറുതെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് സമയം കളയാന്ന് മാത്രം. നമുക്ക് അകത്ത് പോയിട്ട് ഇത് കാണാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി വേഗം തന്നെ നമ്മുടെ യാത്ര തുടരുകയാണ് ഉണ്ടായത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ തന്നെ മഴയുടെ കവാടം എന്നറിയപ്പെടുന്ന കാവ ഐലൻഡിൽ എത്തണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഏകദേശം ഒരു സൂര്യൻ അസ്തമിക്കാൻ 1 മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ഓടിപ്പിടിച്ച് അവിടെ എത്തിയത്. നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ആയിരുന്നു അത്. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മലനിരകളും, ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ മലമ്പുഴ ഡാമിന്റെ ജലസംഭരണി അങ്ങനെ പരന്നു കിടക്കുകയാണ്. പിന്നെ ജലസംഭരണിയുടെ ഒരറ്റത്തായിട്ട് 3-4 പനമരങ്ങൾ ഇങ്ങനെ തളയുയർത്തി നിൽക്കുന്ന ആ ഒരു ചിത്രം എന്ന് പറയുന്നത്
ഏതോ ഒരു കലാകാരൻ ഒരു ക്യാൻവാസിൽ വരച്ചു വെച്ച ചിത്രം പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപും അസ്തമിച്ചതിന് ശേഷമുള്ള ഇരുണ്ട വെളിച്ചത്തിലും കാവ ഐലൻഡിന് പ്രത്യേക ഭംഗിയാണ്. രണ്ട് ഭംഗിയും ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചു. വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളാണ് ഇവിടെ വന്ന് സൺസെറ്റ് ആസ്വദിക്കാനും ഒരുപാട് ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ ആയിട്ട് വരുന്നത്. നമ്മളും കുറച്ച് നല്ല ഒരുപാട് ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും ഒക്കെ എടുത്തു. മെയിനായിട്ട് ഇവിടുത്തെ ഈവനിങ് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് ഒരിക്കലും നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ എൻജോയ് ചെയ്ത അടിപൊളി ഒരു ലവ്ലി മൊമെന്റ് ആയിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് ആരംഭിച്ച് കാവ ഐലൻഡ് വരെ നീണ്ട നമ്മുടെ ഫസ്റ്റ് ഡേയിലെ യാത്രാ കാഴ്ചകളൊക്കെ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? എന്തായാലും കാത്തിരിക്കൂ, നമ്മുടെ 2ാമത്തെ ദിവസത്തെ യാത്രാ കാഴ്ചകളുമായി അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. ബൈ.